ലോകത്ത് കഴിഞ്ഞുപോയ ഔലിയാക്കളുണ്ടോ, ഇപ്പോൾ നിലവിലുള്ള ഔലിയാക്കളുണ്ടോ, ഇനി വരാനിരിക്കുന്ന ഔലിയാക്കളുണ്ടോ? ആ ഔലിയാക്കളുടെയൊക്കെയും നേതാവായ ഏറ്റവും വലിയ മഹാനായ സയ്യിദായ ഏറ്റവും വലിയ മഹാനാണല്ലോ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വിജയം കൈവരിച്ചത് എങ്ങനെയാണ്? എല്ലാ ദിവസവും നോമ്പെടുത്തിട്ട് അല്ല, എല്ലാ ദിവസവും 100 റക്അത്തും 200 റക്അത്തും നിസ്കരിച്ചിട്ടല്ല, ഒരുപാട് ഖത്മുകൾ ഓതി തീർത്തിട്ടല്ല, മറിച്ച് മഹബ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള പ്രേമമാണ്, സ്നേഹമാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഓ സിദ്ദീഖേ, എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഏതാണ് സിദ്ദീഖേ? ഈ ചോദ്യം അങ്ങ് ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറയുകയാണ്, ഓ നബിയേ, അന്നദുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്, അന്നദുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്. ഓ നബിയേ, എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കലാണ്, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കലാണ്. അപ്പൊ മഹബ്ബത്തിന്റെ ലോകം എന്ന് പറയുന്ന ലോകം, സ്നേഹത്തിന്റെ ലോകം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ പ്രേമത്തിന്റെ ലോകം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കളിലൂടെയാണ്. ആ സ്വഹാബാക്കള് അതേ ബദരീകളാകുന്ന 313 സ്വഹാബാക്കളുണ്ട്. അവരെ കഴിച്ചാലും പിന്നെ ഒരുപാട് സ്വഹാബാക്കളുണ്ട്. ആ സ്വഹാബാക്കൾ ആരൊക്കെയുണ്ടോ ആ എല്ലാ സ്വഹാബാക്കളെ കുറിച്ചും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അസ്ഹാബീ കന്നുജൂമി ഫബിഅയ്യിഹി മുഖ്തദൈതും ഇഹ്തദൈതും. എന്റെ സ്വഹാബാക്കളൊക്കെയും നക്ഷത്ര തുല്യരാണ്, അവരൊക്കെ നക്ഷത്രങ്ങളെ പോലെയാണ്. അതുകൊണ്ട് അവരിൽ നിന്നും ആരെ നിങ്ങൾ പിന്തുടർന്നാലും, അത് ഏത് സ്വഹാബിയാകട്ടെ, അത് ചെറിയ സ്വഹാബിയാകട്ടെ,